നിങ്ങൾക്കറിയാവുന്ന പോലെ 8 വർഷം മുമ്പ് ദിലീപ് അറസ്റ്റിലാവുമ്പോൾ അതൊരു ഏപ്രിൽ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അറസ്റ്റിലായി ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരേ ഒരു സംഘടന ഫെഫ്കയാണ്. ആദ്യമായി ആ നിലപാടെടുത്തത് ഫെഫ്കയാണ്. അന്ന് വിശേഷിച്ചൊരു കമ്മിറ്റിയും കൂടാതെ ഫെഫ്കയുടെ ഭരണഘടന ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന അധികാരങ്ങളെ ആദ്യമായും അവസാനമായും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി പ്രയോജനപ്പെടുത്തിയ ഒരേ ഒരു സന്ദർഭം അതാണ്. അപ്പോൾ ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുക്കും. ഈ 8 വർഷത്തെ ട്രയലിനൊടുവിൽ ദിലീപിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നടൻ, ഒരു താരം അദ്ദേഹത്തിൽ ചാർത്തപ്പെട്ട കുറ്റത്തിൽ നിന്ന് വിമുക്തനായി തൊഴിൽ മേഖലയിലേക്ക് തിരികെ വരികയാണ്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഇത് കേവലം ഒരു അറസ്റ്റോ വിചാരണയുടെയോ മാത്രം പ്രശ്നമല്ല. മലയാള സിനിമ വ്യവസായത്തെ പല ചാലുകളിലേക്ക് തിരിച്ചുവിട്ട ഒരു സംഭവം കൂടിയാണ്. ആ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഒരുപാട് പരിണിതികളുണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിക്കകത്ത്. അതിനെ നമ്മൾ കാണാതെ പോകരുത്. തിരിച്ച് ഇപ്പോൾ ഈ വിധിന്യായം വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസ് അന്വേഷിച്ച ഒരു കേസ്, ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി പ്രോസിക്യൂഷൻ നടത്തിയ ഒരു കേസ്, അതിൽ ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ വിധിന്യായം കാണേണ്ടതുണ്ട്, അത് വിശദമായിട്ട് വായിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ കാണാതെ പോകരുത്, അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു സംഘടന എന്ന നിലയിൽ കടക്കാൻ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ ഈ കേസിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെ കടന്നുപോയ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ തന്നെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമോ എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. അതിനർത്ഥം ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയല്ലേ? അല്ലല്ലോ, അത് സാങ്കേതികത്വമല്ലേ. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ സംഘടനയിൽ നിന്ന് ക്രിമിനൽ കുറ്റാരോപിതരായവരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഉത്തരവാദിത്തപ്പെട്ട കോടതി പറയുകയാണ് അയാൾ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞാൽ അയാളുടെ മൗലിക അവകാശമാണ് സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഞാനൊരു വിശേഷാധികാരം ഉപയോഗിക്കുന്നില്ല. അത് സംഘടനയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കാര്യം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ഇക്കാര്യത്തിനകത്ത്. അപ്പോൾ അത് സ്വാഗതം ചെയ്യുകയോ തിരസ്കരിക്കുകയോ അല്ലല്ലോ ഇതിനു വേണ്ട. അത്തരത്തിലുള്ള ദ്വന്ദ്വത്തിന് എന്താ പ്രസക്തി ഉള്ളത്? എനിക്കോ നിങ്ങൾക്കോ അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അതിൽ നമ്മൾ അമിതാഹ്ലാദം കൊള്ളുകയോ അതിനോട് പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ആ ലീഗൽ പ്രോസസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു ഘട്ടത്തിലും ഇതുമായിട്ടുള്ള അന്വേഷണത്തോട് ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നിരവധി അംഗങ്ങളെ പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു മര്യാദയും ഇല്ലാതെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു മര്യാദയും ഇല്ലാതെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഭീഷണി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പം ദിലീപ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഒരു ഗൂഢാലോചന നടത്തി ഒരു കഥ ദിലീപ് അങ്ങനെ പറഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അത് ഫെഫ്കയുടെ അഭിപ്രായമൊന്നുമല്ല. വളരെ ക്രൂരമായോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയായിരുന്നോ പോലീസ് സംഘം എന്ന് ഞാൻ പറഞ്ഞത് താങ്കളൊന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ സംഘടനാ അംഗങ്ങളെ ചോദ്യം ചെയ്ത രീതി പലപ്പോഴും ഞങ്ങളെ അവരറിയിച്ചിട്ടുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പോലും പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലോ പ്രതിഷേധവുമായി ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ വിയോജിപ്പ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞത് ആ കാര്യങ്ങളോടൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അവരതെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൃത്യമായിട്ടാണ് ഈ വിഷയത്തിനകത്ത് നിലപാട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ വിധിന്യായം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഉറ്റുനോക്കുകയാണ്. അത് വായിക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിധിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ.